റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അത് ആത്മീയ ജീവിതം നയിക്കാനുള്ള ശക്തിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇവിടെ നമ്മൾ അതിന്റെ മറ്റൊരു വശമാണ് നാം നിൽക്കുന്ന ഈ കൃപ എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും താഴെ അതാണ്. കഷ്ടങ്ങൾ, ഉപദ്രവങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം വരുന്ന സമയത്തും നിവരെ നിൽക്കാൻ പൗലൂസ് ദമസ്കോസിൽ വെച്ച് ആ കുതിരപ്പുറത്തു നിന്ന് താഴെ വീണ് അന്ധനായി. അപ്പോഴാണല്ലോ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തോന്ന് ചോദിക്കുന്നതും, നീ ആരാണ് കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുത്ത മറുപടി വളരെ ലളിതമാണ്. ഞാൻ എന്ത് ചെയ്യണം? നമ്മളാണെങ്കിൽ പറയും, ഇപ്പൊ ബ്രദറെ സ്നാനപ്പെടണം, പതിവായി യോഗത്തിന് വരണം, നീ പള്ളിയിലൊന്നും നീ പോകരുത്. അതൊന്നും അല്ല പറഞ്ഞത്. നീ എന്നിട്ട് നിവർന്ന് നിൽക്കാം. പുള്ളി വെളിച്ചവും ഈ ശബ്ദവും എല്ലാം കേട്ട് ഈ താഴെ വീണ് കണ്ണു കുരുടായി കഴിഞ്ഞപ്പോൾ തന്നെ ആകെ പേടിച്ചു. ഞാൻ യേശുവാന്ന് പറഞ്ഞപ്പോ യേശുവിന് മുമ്പാകെ, യേശുവിനെ ഇതുവരെ ഉപദ്രവിച്ച ആളല്ലേ, അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു സങ്കോചം. അതുകൊണ്ട് ആകെ കൂടി നിന്നപ്പോ പറഞ്ഞു എന്തായിരുന്നു നിൽക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത് നിവരെ നിൽക്കുക എന്നുള്ള മനസ്സിലായി. റോമർ 14:4 വായിച്ച്. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും. അവരെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയും. പ്രതികൂലങ്ങളിൽ ചാഞ്ഞു പോകാതെ ചെരിഞ്ഞു പോകാതെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞ് ഉടരുന്ന ശിശുക്കളായി പോകാതെ അവനെ നെവരെ നിർത്താൻ കർത്താവിന് കഴിയും. നിൽക്കുന്ന കൃപ, നെവരെ നിർത്താൻ കഴിവുള്ള ശക്തി. യോബിന്റെ ജീവിതത്തിൽ യോബാണ് മാതൃക. ആളെ ആളുകൾ കൊണ്ടുപോയി, കഴുതെ ആടിനെ കൊണ്ടുപോയി, കാളെ കൊണ്ടുപോയി, ഒട്ടകങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം തീ വീണിട്ട് ആടുകൾ ചത്തുപോയി, കാറ്റടിച്ച് വീണ് മക്കൾ വീഴ്ത്തി. ഇദ്ദേഹത്തിന് രോഗം വന്ന് ഇദ്ദേഹം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭാര്യ അതിലേറെ ചൊറിച്ചിലുണ്ടായിരുന്നു. ഭാര്യ പറയുന്നത്, നീ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ചാകുന്നതാണ് നല്ലത്. മനസ്സിലായോ? അപ്പൊ കുറച്ച് കൂട്ടുകാർ വന്നു, 4 പേര്. അവരതിലേറെ പുള്ളിയെ വിഷമിപ്പിക്കുക. നിന്റെ ഏതോ പാപം കൊണ്ടാണ് ഉണ്ടായത്. മനസ്സിലായി? യോബ് എന്ത് പറഞ്ഞു? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം. നമ്മളാണെങ്കിൽ എന്ത് പറയും? യഹോവ തന്നു, ശേബായ ഗുണം വരത്തില്ല. യഹോവ തന്നു, കൽദയിൽ ഒന്നൂന്ന് വിചാരിക്കണ്ട. അല്ലേ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിശാചിനൊന്നും നമ്മെ ഒന്നും പിടിച്ചു പറിക്കാൻ ഒക്കത്തില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്നവനെ എടുക്കാനുള്ള അധികാരം. അതാണ് നിവരെ നിൽക്കുമാറാക്കുന്ന കൃപയെന്ന് പറയുന്നത്. അതായത് പ്രതികൂലങ്ങളിൽ, കഷ്ടങ്ങളിൽ പതറാതെ
അങ്ങനെയൊക്കെ വരും, ഇല്ലായ്മകളൊക്കെ വരും. അങ്ങനെ വരുമ്പോഴും കർത്താവിനുള്ള സ്നേഹമോ, യോബ് ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ശബായരെ, കൽദയരെ, ഭാര്യയെ, പിന്നെ കൂട്ടുകാരെ ആരും കുറ്റപ്പെടുത്തിയില്ല. മനസ്സിലായി? എന്തെങ്കിലും പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, പട്ടിണി വന്നാൽ നിങ്ങളുടെ പിടിപ്പുകയാണ്. മനസ്സിലായി? ഓരോരുത്തരൊക്കെ സുഖമായി ജീവിക്കുന്നു, നിങ്ങളുടെ കഴകത്ത് കേടുകൊണ്ട. മനസ്സിലായി? ഭർത്താവ് എന്ന് പറയും, നിന്റെ പാത്രക്കുറോ സീരിയൽ കാണും എന്ന് ഒരൊറ്റ ചിന്ത മയപ്പം നോക്കിയാൽ സീരിയൽ പള്ളിപ്പൊടിക്കാൻ കളയും കേട്ടോ. ഭാര്യ ക്ഷീണിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോ ശകലം സീരിയൽ കാണുന്നു. അത് ഭയങ്കര തെറ്റാണ്. എന്ത് ചെയ്യുന്നത്? സന്തോഷമായില്ലേ എല്ലാവർക്കും? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്. പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഭാര്യയുടെ കുഴപ്പമാണ്, അല്ലെ ഭർത്താവിന്റെ കുഴപ്പമാണ്, അമ്മായിമ്മയുടെ കുഴപ്പമാണ്, കൊച്ചുങ്ങളുടെ കുഴപ്പമാണ്, അയൽക്കാരുടെ കുഴപ്പമാണ് എന്ന് പറയരുത്. ഇത് ദൈവം നടത്തുന്ന വഴിയാണ്. മനസ്സിലായി? താഴ്ചയിലിരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. മനസ്സിലായി? ക്രിസ്ത്യൻ ജീവിതത്തിൽ പച്ചയായ പുൽപ്പറങ്ങളുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളമുണ്ട്, നീതിപാതകളുണ്ട്, കൂടിയ താഴ്വരങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ കർത്താവ് മാറാത്തവനായിട്ട് കൂടെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് കേൾക്കുമെന്ന് വിചാരിക്കണം. നീ ഒറ്റ വ്യക്തിക്കാരനാണ് എന്ന് പറയുമ്പോൾ കർത്താവ് കേൾക്കും. ഇയാൾ പൊട്ടനാണ് എന്ന് കർത്താവ് ഒരിക്കലും പറയരുത്. തിരിച്ച് നിങ്ങളുടെ ഒറ്റ വ്യക്തിന്റെ ഇതാകട്ടോ എന്ന് പറയുന്നതും ഒരിക്കലും എന്ത് ചെയ്യരുത്. ഒരിക്കലും ദൈവം അത് കേൾക്കാനിടയാണ്. കാരണം അവൻ കൂടെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മള് ഉപയോഗപ്പെടുത്തുന്ന ദൈവം, നമുക്ക് കൃപാവരം തരും. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മളെ ആത്മീയ ജീവിതം നയിക്കാൻ സഹായിക്കുന്നു, കഷ്ടങ്ങളിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. പിന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ കൃപാവരം തന്ന് നമ്മളെ പ്രയോജനപ്പെടുത്തുന്നു. ഇത് പഴയ നിയമത്തിന്റെ വാഗ്ദാനം. വായിക്കുക, യോവേൽ 2:28. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എഹെസ്കേൽ 36:27 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാകും. ഉള്ളിലാക്കി. എന്നാൽ ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഈ കാലത്തിന് ശേഷം, ഇതിന് ശേഷം ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. പ്രവചിക്കും, ദർശനങ്ങൾ കാണും, സ്വപ്നങ്ങളെ കാണും. ആദ്യം പറഞ്ഞത് ആത്മാവ് ഉള്ളിൽ വരുന്ന കാര്യമാണ്, ആത്മീയ ജീവിതം നയിക്കാൻ. ഇപ്പൊ പറഞ്ഞത് ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് ആത്മാവ് മേൽ വരുന്ന കാര്യമാണ്. ഇവിടെ പ്രവചിക്കും. പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, പ്രായമുള്ള ആളെന്നോ പ്രായം കുറഞ്ഞ ആളെന്നോ വ്യത്യാസമില്ല. പിന്നെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും. അതെന്താന്ന് ഞാൻ പറയാം. ഇതിന്റെ ശേഷം എന്നുള്ളതിന് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞ വ്യാഖ്യാനം അന്ത്യകാലത്ത് നിന്നാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനും ആത്മാവിനെ പകരും. അന്ത്യകാലം എന്ന് പറയുന്നത് എന്നാണ് ആരംഭിച്ചത്? പെന്തക്കോസ്തുകാർ പറയുന്നത് 1901-ലാണ്, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. യേശുക്രിസ്തു അതായത് 20-ാം നൂറ്റാണ്ടിൽ വരും. 2 നൂറ്റാണ്ട് കഴിഞ്ഞ്, 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് 3-ാം ദിവസം യേശു 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ അതുകൊണ്ട്
1000 വർഷം ഒരു ദിവസം, 2000 വർഷം, അതായത് 1900 കഴിഞ്ഞ് 2000 തുടങ്ങുന്ന ആ ദിവസം, അത് 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ യേശു വരുമെന്ന് ഇങ്ങനെ ഒരു സംസാരമുണ്ടായി. അപ്പൊ അവിടെ ഒരു ബൈബിൾ കോളേജിൽ ആളുകള് അന്ന് രാത്രി കാത്തിരുന്നു, യേശു വരും, നമുക്ക് എടുക്കപ്പെടണം എന്ന് പറഞ്ഞ് പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. 1901 ജനുവരി മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 31-ാം തീയതി പാതിരാത്രി കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പൊ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടെ ഇരുന്ന ആ സമയത്ത് ഒരല്പ എക്സെൻട്രിക്കായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആഗ്നസ് ഓസ്മാൻ എന്നാണ് അവളുടെ പേര്. ആ കുട്ടി ഇങ്ങനെ എല്ലാവരും കൈവച്ച് പാടുകയും സ്വതന്ത്രം ചെയ്യുന്ന കൂട്ടത്തിൽ എന്തോ അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു അത്യാകാംക്ഷയുടെ ഫലമായിട്ട് ഇപ്പൊ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ എന്തൊക്കെയോ ഇങ്ങനെ അപശബ്ദങ്ങൾ പറഞ്ഞു. പക്ഷെ വന്നില്ല. പിറ്റേ ദിവസം അവിടുത്തെ പാസ്റ്റർ അത് അന്നത്തെ പത്രമാസികൾക്കൊക്കെ കൊടുത്തു. പരിശുദ്ധാത്മാവ് ആണ് വീണ്ടും വന്നത്, യേശുവല്ല. ബൈബിളിൽ ഇങ്ങനെ മുൻമഴയെന്നും പിന്മഴയെന്നും ചില പ്രയോഗങ്ങളുണ്ട്. കൃഷി ഇറക്കാൻ നേരത്ത് മുൻമഴ, കൊയ്യുന്നതിന് മുമ്പ് പിന്മഴ. യോശുവയുടെ പുസ്തകത്തിലുണ്ട്, കൊയ്ത്ത് കാലത്ത് യോർദാൻ കവിഞ്ഞൊഴുകും. അപ്പൊ ആ പിന്മഴ, അപ്പൊ പിന്മഴയുണ്ടായി. പരിശുദ്ധാത്മാവ് രണ്ടാമതും വന്നു. യേശു എന്താ പറഞ്ഞത്? എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ അയക്കും. വന്നു പോയിട്ടില്ല. യേശു വന്നിട്ട് പോയി. പരിശുദ്ധാത്മാവ് പോകത്തില്ല, നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ സഭയ്ക്കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഈ പൊട്ടന്മാർക്ക് അത് മനസ്സിലായില്ല. പുള്ളി അവര് വിചാരിച്ചത് യേശു വന്നിട്ട് പോയ പോലെ പരിശുദ്ധാത്മാവ് പോയായിരുന്നു. പിന്നെ രണ്ടാമത് വന്നു. ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരി അന്യഭാഷ പറഞ്ഞു. അത് അന്യഭാഷയാണെന്ന് ഇവരങ്ങ് പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ ഇതുപോലെ, അത് മുൻമഴ, ഇത് പിന്മഴ. എന്റെ പൊന്നെ, ഇത് കേട്ട സകല സ്ഥലങ്ങളിലും ആളുകൾ അങ്ങനെയല്ല, രോഗമല്ലേ പകരത്തുള്ളൂ, ആരോഗ്യം പകരുകയല്ലോ. അപ്പം ഈ രോഗം അങ്ങ് പരന്നു. ഈ രോഗം പരന്ന് അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലേക്ക് അത് പരന്നു. ടൊപ്പക്ക എന്നുള്ള സ്ഥലത്തേക്ക് അത് പരന്നു. അമേരിക്കയിൽ നിന്ന് പിന്നെ അത് അടുത്ത രാജ്യത്തേക്ക് പരന്നു. പിന്നെ ഇന്ത്യയിലെ മുക്തി മിഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവിടെ കേട്ട ആളുകൾ അവര് അന്യഭാഷ പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ വെളിയിൽ നിന്ന് വന്ന സാഹിബന്മാർ അത് കൊണ്ടുവന്നു. അത് കേട്ട് കേരളത്തിലെ ഇന്ത്യയില് ഇതൊന്ന് പരക്കാൻ തുടങ്ങി. ഇത് 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. അത് നിറവേറിയിരിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യുന്നതിന്റെ 2 ആസ്പെക്റ്റുകളാണ്. ഒന്ന്, ആത്മീയ ജീവിതം നയിക്കാൻ. അത് എസ്കേൽ 36 എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്റെ ആത്മാവിനെ ആക്കി എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. 2, നിങ്ങളുടെ മേൽ എന്റെ ആത്മാവ് വന്നിട്ട് പ്രവചനവും ദർശനവും പിന്നെ സ്വപ്നവും ഉണ്ടാകും. പിന്നെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടോ 21-ാം നൂറ്റാണ്ടോ അല്ല, 1-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ആണ് എന്ത് അന്ത്യകാലം. ഓക്കെ, കൃപയുടെ കാലം, പരിശുദ്ധാത്മാവിന്റെ കാലം. സകല ജഡത്തിന്റെ പേരും എന്ന് പറഞ്ഞാൽ എന്താണ്? സകല ജഡത്തിന്റെ പേരും എന്റെ ആത്മാവിന് പോരും. ഈ സകല ജഡം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? രക്ഷയില്ല. ആർക്കെങ്കിലും അറിയാമോ? മുൻപ് പറഞ്ഞ എന്താണ്? ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ പോകുന്ന നിയമം ഇതാണ്. യിരെമ്യാ 31 വായിച്ചു. യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ
ഓക്കെ, ഇത് യഹസ്കേലിന്റെ അതേ കാര്യം ഇസ്രായേൽ ജനത്തോടാണ്. യഹസ്കേലിലും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ പോകുന്ന നിയമം ഇതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് യോബേൽ പറഞ്ഞത് സകല ജനത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ മേൽ മാത്രമല്ല, ജാതികളുടെ മേൽ. മനസ്സിലായി? ഈ പെന്തക്കോസ്ത് നാളിന്റെ പ്രത്യേകത, പെന്തക്കോസ്ത് പെരുന്നാളിന്റെ പ്രത്യേകത പുളിച്ച 2 അപ്പം ദേവാലയത്തിൽ കൊണ്ടില്ല. ബാക്കി ഒരു പെരുന്നാളിലും പുളിച്ചയപ്പം അനുവദനീയമല്ല. 2 പുളിച്ചയപ്പം ദൈവത്തിനെ വിശുദ്ധീകരിക്കുക. എന്താ അതിന്റെ അർത്ഥം? പുറജാതി പണ്ടേ പുളിച്ചതാണ്. ഇപ്പൊ യഹൂദന് യേശുവിനെ കൊല്ലത്തക്കവണ്ണം പുളിച്ചു. ദൈവം ശുദ്ധീകരിക്കുക, നിങ്ങൾ കൊണ്ടുവരിക. ഇതാണ് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഇതാണ് യോബേൽ പറഞ്ഞത് സകല ജനത്തിന്റെ മേൽ. മുമ്പേ നമ്മൾ നോഹയുടെ കാര്യം പറഞ്ഞു. സകല ജനം തങ്ങളുടെ വഴി വഷളാക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയിലെ സകല മനുഷ്യരും എന്നല്ല. കായിക വംശക്കാർ പണ്ടേ വഴി വഷളാക്കിയവരാണ്. ഇപ്പോ ദൈവത്തിന്റെ പുത്രന്മാരും വഴി വഷളാക്കി. അപ്പോ കായിക വംശക്കാരോടൊപ്പം ദൈവമക്കളായ ശേത്തിന്റെ വംശക്കാരും വഴി വഷളാക്കി. അതാണ് സകല ജനവും തങ്ങളുടെ വഴി വഷളാക്കി. സകല ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിന് പകരും എന്ന് പറഞ്ഞാൽ പ്രജാതികൾ പണ്ടേ തങ്ങളുടെ യഹൂദന്റെ മേൽ പകരുമെന്ന് പണ്ട് വാഗ്ദാനമുണ്ട്. യോബേലിലും യിരെമ്യാവിലും. യോബേലിലൂടെ പറയുകയാണ് സകല ജനത്തിന്റെ മേലും എന്ന് പറഞ്ഞാൽ പ്രജാതിയുടെ മേലും. അതാണ് ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാനാണ് എന്റെ ആത്മാവിനെ പകരും. ദാസന്മാരും ദാസിമാരും പ്രജാതികളാണ്. ഇതാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറയുന്നത്. വാക്തത്വം നിങ്ങൾക്ക് മാത്രമല്ല, ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രജാതികൾ. മുമ്പേ നാം ദൂരസ്ഥരായ, മനസ്സിലാകുന്നില്ലേ? അതാണ്. അപ്പൊ ഇവിടെ യഹസ്കേലിലും അതുപോലെ യിരെമ്യാവിലുമൊക്കെ ആത്മീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിനെ ഉള്ളിലേക്ക് അയക്കുന്ന കാര്യം പറയുമ്പോൾ യോബേലിലൂടെ പറയുകയാണ്, ഉള്ളിൽ മാത്രമല്ല പുറമേ. കൃപാവരങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം നിങ്ങൾക്ക് കൃപാവരം നൽകും. അതിന്റെ ഷോർട്ട് ഫോമാണ് ആത്മാവ് മേൽ വരിക. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ എടുക്കണ്ട. ശമരിയിൽ ഫിലിപ്പോസ് പ്രവർത്തിക്കാൻ പോയി വിശ്വസിച്ച ആളുകളെ സ്നാനപ്പെടുത്തി. ഇതറിഞ്ഞ് പത്രോസിനെ യോഹന്നാനെ സഭ ശമരിയിലേക്ക് അയച്ചു. പത്രോസ് യോഹന്നാനും വന്നിട്ട് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതല്ലാതെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. പത്രോസ് യോഹന്നാനും കൈവച്ചപ്പോൾ അവർക്ക് അവരുടെ മേൽ ആത്മാവ് വന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ചെന്ന് പ്രവർത്തിച്ചു, സ്നാനപ്പെടുത്തിയിട്ട് അവർക്ക് ആത്മാവിനെ കിട്ടിയില്ല. പത്രോസ് യോഹന്നാനും വന്ന് പ്രവർത്തിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിനെ കിട്ടി, കൈവച്ചപ്പോൾ ആത്മാവിനെ കിട്ടി. 8-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ പ്രസംഗിച്ചു. ആ സമയത്ത് ആത്മാവിനെ കിട്ടി. അവരെന്ത് ചെയ്തു? അന്യഭാഷയിൽ സംസാരിച്ചു. 19-ാം അധ്യായത്തിൽ എഫേസോസിലെ 12 യോഹന്നാന്റെ ശിഷ്യന്മാർ പൗലോസ് അവരോട് സുവിശേഷം പറഞ്ഞു. അതിനുശേഷം പൗലോസ് കൈവച്ചപ്പോഴാണ് അവർക്ക് അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ശമരിയിൽ ഫിലിപ്പോസ് എന്ന് വിശ്വസിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പറയാൻ പറ്റുമോ? യോഹന്നാനും പത്രോസ് യെരൂശലേമിൽ നിന്ന് വന്ന് കൈവച്ചപ്പോഴാണ് ആത്മാവിനെ കിട്ടിയെന്ന് എഴുതിയിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ടോ? യേശുവിനെ കൈക്കൊണ്ട സ്നാനപ്പെട്ടിട്ട് പോലും ആത്മാവിനെ കിട്ടുന്നില്ല. കൈവച്ചപ്പോഴാണ് അപ്പോസ്തലന്മാർ വന്ന് കൈവച്ചപ്പോഴാണ് കിട്ടിയത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? വല്ല പിടിയുണ്ടോ? ചിലർക്ക് പഠിപ്പിക്കുന്നത് ശമരിയിൽ ഇനി ഒറ്റപ്പെട്ട് നിൽക്കരുത്,
അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രത്യേക നിലയിൽ ആത്മാവിനെ കിട്ടിയത്. കൊർന്നേലിയോസിന്റെ വീട്ടുകാർ പ്രജാതികളാണ്. പ്രജാതികൾ ഇനി ഒറ്റപ്പെട്ട സഭയായി നിൽക്കരുത്. അതുകൊണ്ടാണ് അവർക്ക് പത്രോസ് വന്ന സമയത്ത് ആത്മാവിനെ കിട്ടിയത്. എഫേസോസുകാർക്ക് ആത്മാവിനെ പ്രത്യേകം കിട്ടിയത് അത് അവർ ഒറ്റപ്പെട്ട യോഹന്നാന്റെ ശിഷ്യന്മാരായി നിൽക്കരുത്, അതിനുവേണ്ടിയാണ്. ഇങ്ങനെ വല്ലതുമാണോ? ഇതൊന്നും അല്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്ന കാര്യം മാത്രമല്ല, മേൽ വരുന്നതും കൂടെയാണ്. മനസ്സിലായി? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഉള്ളിൽ ആത്മാവ് വന്നു, മേലും അവരിൽ എല്ലാവരുടെ മേലും പതിഞ്ഞു എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 11:15 എഴുതിയിട്ടുള്ളത് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ആദിയിൽ നമ്മുടെ മേൽ വായിക്കുക. അപ്പോസ്തലപ്രവൃത്തി 11:15. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് മേൽ വരികയായിരുന്നു. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ആത്മാവ് മേൽ വരികയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. 19-ാം അധ്യായത്തിൽ ആത്മാവ് മേൽ വന്നു. അതെന്താണ്? അവർക്ക് കൃപാവരങ്ങൾ കൂടെ നൽകപ്പെട്ടു. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, മേലും വന്നു, അന്യഭാഷ സംസാരിച്ചു. 8-ാം അധ്യായത്തിൽ ശമര്യർക്ക് ഉള്ളിൽ വന്നു, മേലിൽ വന്നു, കൃപാവരം കിട്ടി, അന്യഭാഷ സംസാരിച്ചു. 10-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, മേലും വന്നു, അപ്പോൾ കൃപാവരം കിട്ടി, അന്യഭാഷ പറഞ്ഞു. 19-ാം അധ്യായത്തിൽ ഉള്ളിൽ വന്നു, മേലും വന്നു, അവരെ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് മേൽ വരിക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ്. അന്നത്തെ കാലത്ത് ഒരുപാട് ഷോർട്ട് ഫോമുകളുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു സ്നാനമെങ്കിലും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ന സ്നാനത്തെ കുറിച്ചുള്ള ഷോർട്ട് ഫോം. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ സെക്യുലർ ആയിട്ടുള്ള അർത്ഥം പേരെന്നാണ്. പക്ഷെ ബൈബിൾ അനുസരിച്ച് നാമം എന്ന് പറഞ്ഞാൽ പേരെന്നല്ല, ദൈവത്വം എന്നാണ്. എന്റെ നാമം എടുക്കുന്നത് ശിക്ഷിക്കാതെ വിടുകൽ എന്ന് പറഞ്ഞാൽ എന്റെ പേര് പറയുക എന്നല്ല. ഒരു സത്യം ചെയ്യുമ്പോൾ യഹോവയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, യഹോവ ദൈവമാണെങ്കിൽ നീ കണ്ടിട്ടുണ്ടോ? നീ എടുത്തിട്ടുണ്ടോ? പറയുക. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയുക. ആൾക്കാരോട് ചോദിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. ഇത് കാണുന്നുണ്ട്. ഞാൻ എടുത്തത് കണ്ടു, ഞാൻ എടുത്തു. അത് വെറുതെ കള്ളമാ പറയുന്നതെങ്കിൽ ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പൊ ദൈവനാമം ചൊല്ലി പറയാന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണെങ്കിൽ അല്ലെങ്കിൽ യേശു ദൈവമാണെങ്കിൽ അതാണ്. പിന്നെ 2-3 എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട്. എന്റെ ദൈവത്തെ വിശ്വസിച്ച് എന്നെ ആരാധിക്കാൻ കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. യേശുവിന്റെ നാമത്തിങ്കൽ സ്വമോടെ അതോടെ കൂലോടെ മുടങ്ങാൻ മടങ്ങും എന്ന് പറഞ്ഞ യേശു എന്നുള്ള പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒന്നല്ല, യേശു ദൈവത്വം തെളിയിച്ചുകൊണ്ട് മടങ്ങി വരുന്നു എന്നാണ്. പിന്നെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും രക്ഷിക്കപ്പെടും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ കർത്താവിന്റെ നാമത്തെ, കർത്താവിന്റെ ദൈവത്വത്തെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളായ ദൈവം അധികാരം നൽകി. നാമം എന്ന് പറഞ്ഞ ദൈവത്വം. അവനെ കൈക്കൊണ്ട് അവന്റെ ദൈവത്വം വിശ്വസിക്കുന്ന അവർക്കും. നാമം എന്ന് പറഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് ദൈവത്വമാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദന്മാര് ഒരു മനുഷ്യൻ ദൈവമാണെന്ന് ഒരിക്കലും സമ്മതിക്കത്തില്ല. മനസ്സിലായി? പക്ഷെ എന്താണ് അപ്പോസ്തലന്മാര് പഠിപ്പിച്ചത്? കർത്താവായ യേശു ദൈവമാണ്, യേശു തന്നെ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ പ്രസംഗിച്ചു. നീ ദൈവപുത്രനാണോ? ഞാൻ ആകുന്നു. അപ്പൊ ആകുന്ന വസ്ത്രം കഴിഞ്ഞു. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ തമ്പുരാൻ. മനസ്സിലായി? ദൈവം. അപ്പൊ യഹൂദന്മാർക്ക് യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ പൗലോസ് പ്രസംഗിച്ച, പത്രോസ് പെന്തക്കോസ്താണ് പ്രസംഗിച്ചത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക.
യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് യേശു കൽപ്പിച്ച സ്നാനം സ്വീകരിക്കാം. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ്, യേശു കൽപ്പിച്ച സ്നാനം നിങ്ങൾ സ്വീകരിക്കുക. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ പത്രോസ് പറഞ്ഞു, യേശു കൽപ്പിച്ച സ്നാനം, യേശു ദൈവമാണ്, അതുകൊണ്ട് യേശു കൽപ്പിച്ച സ്നാനം. അല്ലാതെ സ്നാനപ്പെടുന്ന സമയത്ത് പിതാവെന്നും പുത്രനെന്നും ആത്മാവെന്നും പറയുക എന്നുള്ളതല്ല. യേശു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞത് പിതാവ് ദൈവമാണ്, നമ്മെ സ്നേഹിച്ച് പുത്രനെ തന്നു. പുത്രൻ ദൈവമാണ്, നമ്മളെ സ്നേഹിച്ച് നമുക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് ദൈവമാണ്, ഈ കാര്യം നമ്മളെ അറിയിക്കുകയും നമ്മിലേക്ക് വരികയും ചെയ്തു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വാസം ചെയ്യുന്നു. ആ പിതാവിനെ ഞാൻ അനുസരിക്കും. അപ്പനെങ്കിൽ എന്നോട് ബഹുമാനയോടെ ഞാൻ അനുസരിക്കും. ആ പുത്രൻ തമ്പുരാനെ ഞാൻ സ്നേഹിക്കും, അനുസരിക്കും. ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ ഭയപ്പെടും, കീഴ്പ്പെടും, ദുഃഖിപ്പിക്കത്തില്ല. അതിനാണ് സ്നാനപ്പെടുന്നത്. ആ ഉടമ്പടിയാണ്. സ്നാനത്തിനകത്ത് പലരും വിചാരിച്ചിരിക്കുന്നത് സ്നാനപ്പെടുത്തുന്നയാൾ പിതാവെന്നും പുത്രനെന്നും ആത്മാവെന്നും പറഞ്ഞാൽ ഏതാണ്ട് ശക്തി വ്യാപരിക്കുമെന്ന്. ഒരു ശക്തി വ്യാപരിക്കത്തില്ല. സ്നാനപ്പെടുന്നയാൾക്കാണ് ഉത്തരവാദിത്വം. പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? പുള്ളിക്കാരി ഞാൻ പിതാവിനെ അനുസരിക്കും, പുത്രനെ അനുസരിക്കും, പരിശുദ്ധാത്മാവിനെ അനുസരിക്കും. ആ ഒരു സത്യപ്രതിജ്ഞയാണ് സ്നാനം. മനസ്സിലായി? അതിന്റെ ഷോർട്ട് ഫോമാണ് കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത്. ആഴ്ചവെളുപ്പിന് 1-ാം ദിവസം, അതാണ് ഞായറാഴ്ച. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന കർത്തൃ ദിവസം എന്നാണ്. അപ്പവും മീനും കൂടെ ചേർന്നാണ് തിരുവത്താഴ്. പക്ഷെ ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിൽക്കാൻ കൂടി വന്നപ്പോൾ 12 അപ്പോസ്തലന്മാർ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഷോർട്ട് ഫോമാണ് 12. 7 ശുശ്രൂഷകന്മാർ എന്നാണ് പറയേണ്ടത്. 70-ൽ ഒരുവൻ, 70. അപ്പൊ ഒരുപാട് ഷോർട്ട് ഫോമുകൾ അല്ലെ? ദൈവമക്കൾക്ക് സാമ്പത്തികമായി പൈസ കൊടുക്കുക, അതിന്റെ പേരെന്താണ്? കൂട്ടായ്മ കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരുപാട് ഷോർട്ട് ഫോമുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഷോർട്ട് ഫോം മാത്രമാണ് എന്ത്? ആത്മാവ് മേൽ വരിക. ആത്മാവ് മേൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപാവരം ലഭിക്കുക. ഓക്കെ, 1 പത്രോസ് 4:10 വായിക്കുക. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാർ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി. അപ്പൊ ദൈവകൃപയാണ് നമുക്ക് വരം നൽകുന്നത്. നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ നിലനിർത്തുക മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്ക് വ്യത്യസ്ത താലന്തുകളും വിഭാഗം. ചിലർക്ക് 5 താലന്ത്, ചിലർക്ക് 2 താലന്ത്, ചിലർക്ക് അവനവന്റെ പ്രാപ്തി പോലെ. ചിലർക്ക് പ്രസംഗിക്കാൻ, ചിലർക്ക് എഴുതാൻ, ചിലർക്ക് സംഘടിപ്പിക്കാൻ, ചിലർക്ക് ഉപദേശിക്കാൻ, ചിലർക്ക് സഭാ ഭരണത്തിന്, ചിലർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന്, ചിലർക്ക് മറ്റ് ശുശ്രൂഷ ചെയ്യുന്നതിന്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ ദൈവം ആളുകൾക്ക് താലന്തുകൾ നൽകുകയാണ്, നമ്മളെ പ്രയോജനപ്പെടുത്തുകയാണ്. അത് ഈ ദൈവകൃപയിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൃപാവരങ്ങൾ നൽകുക, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് 1 കൊരിന്ത്യർ 15:10. എല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചു, അവരെല്ലാവരെക്കാളും ഞാൻ 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യക്തമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. എല്ലാവരെക്കാളും അധ്വാനിക്കാൻ എനിക്ക് സാധിച്ചത് ദൈവത്തിന്റെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. വീണ്ടും വായിക്കുക, സെക്കരിയാവ് 4:7. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കഴിച്ചു. സെരുബ്ബാബേലിന് മുമ്പിൽ ഒരു മഹാപർവ്വതം തടസ്സം. ആ മഹാപർവ്വതമേ, നീ എന്താണ് സമഭൂമിയാകും. യേശു എന്ത് പറഞ്ഞു? ഈ പർവ്വതത്തോട് മാറിപ്പോന്ന് പറഞ്ഞാൽ മാറിപ്പോകും. അതാണ്, ഈ ആശയമാണത്. പിന്നെ ആ സമഭൂമിയിൽ എന്ത് ചെയ്യും? കൃപ കൃപ എന്ന് പറഞ്ഞ് ആണിക്കല്ല് കയറ്റും.
ഇടയ്ക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളുടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു എഫേസ്യർ 2:20. ഈ മൂലക്കല്ല് എവിടെയാണ് വെക്കുന്നത്? മൂലക്കല്ല് എവിടെയാണ് വെക്കുന്നത്? അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. അടിസ്ഥാനത്തിൽ ആദ്യം വെക്കുന്ന കല്ല്, അടിസ്ഥാനത്തിൽ വെക്കുന്ന കല്ല് എന്നാണ്. പക്ഷെ മൂലക്കല്ല് എന്നുള്ളത് തർജ്ജമ പെശയാണ്. ആണിക്കൽ എന്നാണ്, ക്യാപ്സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഏറ്റവും മൂടി വെക്കുന്നതാണ്. കുതിർന്ന വെക്കുന്നതാണ്. അതുകൊണ്ടാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായത്. പിന്നെ അടിസ്ഥാനം മാറ്റിയിട്ട് തള്ളിക്കയറ്റിയല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് തള്ളിക്കളയപ്പെട്ടത്? രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യവും. സാധാരണ കല്ലുകൾ 90 ഡിഗ്രിയില്ല കണപ്പ് എന്ന് പറയുന്നു അല്ലേ? ഇടുക്കിയിലെ പണ്ട് ഒരു ആദിവാസി വീട് പണിതോണ്ട് ചോദിച്ചു, നീ തൂക്കിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടോ? ശരിയാണോ? എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ? നേരെ തൂക്കല്ലേ? കാലം കൂടുതലാണല്ലോ. കൂടുതലാണ് ഇങ്ങോട്ട് പറയും, കുറവാണ് ഇങ്ങോട്ട് പറയും. അവൻ പറയാം ശകലം കൂടുതലാണേലേ ഉള്ളത്. അവൻ ചാലും മിന്നൊക്കെ ഇട്ടാ എല്ലാം ചെയ്യുന്നത്. ഈ കല്ല് തള്ളിക്കളയപ്പെട്ടത് എന്തുകൊണ്ട്? അതിന് ഷേപ്പില്ല. ഒരു വശം വീതി കൂടുതൽ, താഴേക്ക് വരുമ്പോ ആണി പോലെ വീതി കുറവ്, തള്ളിക്കളഞ്ഞു. പക്ഷെ അവസാനം അതെന്ത് ചെയ്തു? ഈ നമ്മുടെ ഈ വാർക്കപ്പണി അന്നവർക്ക് ഇല്ലായിരുന്നു. വാർക്ക ഡൂം പോലെയാ പണിയുന്നത്, ആർച്ച് പോലെ. ബ്രിട്ടീഷുകാരൊക്കെ പാലം പണിയുന്ന പോലെ, ഗോപുരം പണിയുന്ന പോലെ. ഇങ്ങനെ മുകളിലേക്ക് കുറഞ്ഞ് 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 ഡൂമായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോ ഒരു ആണിക്കല്ല് വെച്ചൊരടി അടിക്കുമ്പോൾ പിന്നെ ആന പിടിച്ചാലും മാറത്തില്ല. അതാണ് യഹൂദന്റെ ടെക്നോളജി. മനസ്സിലായി? അപ്പോ കൃപ എന്ന് പറഞ്ഞ ആണിക്കല്ല് കയറ്റുമെന്ന്, ആണിക്കല്ല് മാറ്റി താഴെ ഇടുമെന്നല്ല. മനസ്സിലായോ? ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് അത് ക്യാപ്സ്റ്റോൺ ആണ്. അത് ഏറ്റവും മുകളിൽ വെക്കുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തു ഏറ്റവും മുകളിലുള്ള ആളാണ്. അവൻ തലയാണ്. ആ ആശയമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോ പർവ്വതം പോലെ ഒരു കെട്ടിടം പണിയാനുള്ള ഒരു സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലത്തെ സമഭൂമിയാക്കി മാറ്റി. ആ വാക്യം അനുസരിച്ച് മൂലക്കല്ല് സഭയുടെ അടിസ്ഥാനം എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവരും ഉളവാകുന്നത്. ആ വാക്യം അതായത് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നുള്ളത് ശരിയാണ്. കാരണം മണ്ണ് മാറ്റിയിട്ട് ചെളിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുന്നു? ഒരു പാറ. അത് ക്രിസ്തുവാണ്. അല്പയും ഒമേഗയുമാണ്, ആദ്യം അന്ത്യവുമാണ്. അതിന്റെ മീതെ വെക്കുന്ന ഓരോ കല്ലും അപ്പോസ്തലന്മാരാണ്. 12 അപ്പോസ്തലന്മാരെയാണ് അവിടെ വെക്കുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പക്ഷെ മൂലക്കല്ല് ഞാണിക്കല്ല് ഏറ്റവും മുകളിൽ വെക്കുന്നതാണ്. അതെ, അത് ശരിയാണെന്നേ. ഈ പറഞ്ഞ നമ്മൾ മണ്ണ് മാറ്റി, ചെളി മാറ്റി, പാപം മാറ്റിയിട്ട് ആരെ കണ്ടെത്തണം? യേശുവിനെ കണ്ടെത്തണം. അതിന്റെ മീതെ സഭയിൽ ആദ്യം വെക്കുന്ന കല്ല് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയാണ്. പിന്നെ സാധാരണ വിശ്വാസികളുടെ. അങ്ങനെ പണിത് അവസാനം യേശുവാണ്. സഭയുടെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് യേശുവാണ്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. പല ഉപമാനങ്ങളുണ്ട്. കാന്തയെന്നുണ്ട്, നിലവിളക്കെന്നുണ്ട്, ആട്ടിൻകൂട്ടമെന്നുണ്ട്, മുന്തിരി തോട്ടമെന്നുണ്ട്, വീടെന്നുണ്ട്, രാജ്യമെന്നുണ്ട്. പക്ഷെ അങ്ങനെ പല ഉപമാനങ്ങളുണ്ട്. അതിലൊരാശയം ആണ് ഞാൻ പറഞ്ഞത്. മൂലക്കല്ലെന്ന് പറയുന്നത് ഷേപ്പില്ലാത്ത ആണിക്കല്ലാണ്. അത് കയറ്റുന്നതാണ്. അതാണ് വിചാരിച്ചത്. ഓക്കെ. അതുകൊണ്ട് ഏറ്റവും അടിയിലത്തെ പാറ യേശു അല്ലെന്ന് പറഞ്ഞു. ഈ പാറമേ ഞാൻ സഭയെ പണി. അത് അടിസ്ഥാന പാറയാണ്. അതന്നെ. അതൊക്കെ ഈ പാറ കഷണം. അതായത് പെട്ര എന്നും പെട്രോസ് എന്നും 2 വാക്കാണ്. പെട്ര എന്ന് പറയുന്നത് അടിസ്ഥാന പാറ. അത് യേശു ശരിയാണ്. നമ്മൾ പാപമാകുന്ന മണ്ണും ചെളിയും മാറ്റി കഴിഞ്ഞിട്ട് അത് കണ്ടെത്തണം. അതിൻ്റെ ഇത് എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാരാണ് ആദ്യം.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ലഭിച്ച ഉപദേശങ്ങൾ പുതിയ നിയമം എന്നുള്ള അർത്ഥം അത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പൊ യേശുക്രിസ്തു യുഗങ്ങളുടെ പാറയാണ്, അടിക്കപ്പെട്ട പാറയാണ്, പിളർന്ന പാറയാണ്, അതിൽ വെള്ളം പുറപ്പെടുവിച്ച പാറയാണ്. അതെല്ലാം ശരി തന്നെ. പക്ഷേ എന്നാൽ അവൻ മൂലക്കല്ലുമാണ്. മൂലക്കൽ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്റ്റോൺ ആണ്, ആണിക്കല്ലാണ് ഏറ്റവും മൂടി വെക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെ യേശു സഭയിലുള്ള ആളല്ല, യേശു സഭയിലെ ഒരു അംഗമല്ല. യേശുവിനെ സഭയിലെ അംഗമാക്കാൻ ശ്രമിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സാധാരണ വിശ്വാസികളുമാണ് സഭയിലെ അംഗങ്ങൾ. യേശു സഭയിലെ അംഗമല്ല. യേശുക്രിസ്തു തലയാണ്, സഭ ശരീരമാണ്. യേശു ഇടയനാണ്, വിശ്വാസികൾ ആളാണ്. അങ്ങനത്തെ അത്രയും വ്യത്യാസം അതാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ബുദ്ധി തരുന്നു. നമുക്ക് ശക്തി മാത്രമല്ല ബുദ്ധിയും തരുന്നു. ഈ അബ്രഹാമിനെ വിട്ട് ലോത്ത് പോയി. ലോത്ത് പിടിച്ചോണ്ട് പോയത് ലോത്തിന് മാത്രമല്ല 5 രാജാക്കന്മാരെ, സോദോം, ഗൊമോറ, ആദ്മ, സൊബോയി, സേബ, സോവ അല്ലെങ്കിൽ സോവ, ഈ 5 രാജാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോയത് കേദാർ, ലമോയർ തുടങ്ങിയ 4 രാജാക്കന്മാരാണ്. വാസ്തവത്തിൽ അബ്രഹാമിന് ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് അബ്രഹാം ഒരു പരീക്ഷണാർത്ഥം പറഞ്ഞ നവോമി പറഞ്ഞ പോലെ, നിങ്ങൾ രണ്ടുപേരും താങ്കളുടെ ദേവന്റെ അടുക്ക പൊക്കും, മാതാപിതാക്കളുടെ അടുക്ക പൊക്കും, എനിക്ക് എന്റെ കൂടെ വന്ന ഒരു കല്യാണം നടക്കുകയില്ല എന്ന് പറഞ്ഞത് നിന്നെ വിട്ട് പിരിയത്തില്ല. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ മധ്യാനം എന്റെ ജനം, നീ പോകും ഞാൻ പോകും, നീ പാർക്ക് ഞാൻ പാർക്ക്, നീ മരിച്ചെടുക്കും ഞാൻ മരിച്ചെടുക്കപ്പെടും, അന്നത്തല്ലാതെ നിന്നെ വേർപിരിഞ്ഞ് യഹോവ തക്കവണ്ണോ എന്നോട് പറയട്ടെന്ന് 2 പേരും പറയണം. യോശുവ പറഞ്ഞു, വിഗ്രഹങ്ങളെ പോയി സേവിച്ചു. ഞാനും ഒരു കുടുംബം അവര് പറഞ്ഞു ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏലിയാ പറഞ്ഞു ബാലിനെ സേവിച്ചു. ഇല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. 10 ദുഷ്ടരോഗികളോട് യേശു പറഞ്ഞു, പിന്നെ നിങ്ങൾ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ പോയി കാണിച്ചു. പുരുഷൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, ഞാൻ യേശുവിന്റെ അടുക്കലേ വരത്തുള്ളൂ. യേശു എന്താ പറഞ്ഞത്? മറ്റ് 9 പേർ എവിടെ? യേശു ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കൂ. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ പോകത്തില്ല, നിത്യജീവന്റെ പൊടിക നിന്റെ പക്കലുണ്ട്. അപ്പം ബൈബിളിലെ ഒരു പ്രയോഗമാണത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞത് പോകത്തില്ലെന്ന് പറയണം അതിനുവേണ്ടി. പക്ഷെ ഇവൻ പോയി. ഇവനെ പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന വലിയ സ്നേഹം വിശ്വാസി എന്ന് പറഞ്ഞാൽ പോരല്ലോ. രാത്രി പോയി. രാത്രി ചെന്ന് ായിട്ട് അബ്രഹാം പോയത് ആരെയാണ് കൊണ്ടുപോയത്? 318. അവിടെയാണ് പ്രശ്നം. അതൊക്കെ ഈ മലയാളം ബൈബിളിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അഭ്യാസികളെ, കായിക അഭ്യാസികളൊന്നും അല്ല കൊണ്ടുപോയത്. ലക്ഷക്കണക്കായ ആളുകൾ, കടൽത്തീരത്തെ മണൽ പോലെയുള്ള ആളുകളെ നേരിടാൻ 318 കായികാഭ്യാസങ്ങൾ പോലും പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അബ്രഹാം എന്നെ ഭയങ്കര കായികാഭ്യാസമായിരുന്നു. പുള്ളി എന്നെ ജൂഡോയും കുങ്കും എല്ലാം പഠിച്ചു നടക്കായിരുന്നു, കരാട്ടയും. നോ, അബ്രഹാം, അതായത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ Abraham went with 318 trained ones എന്നേ ഉള്ളൂ. പരിശീലിപ്പിച്ച 318 ആളുകൾ. അബ്രഹാം എന്താ പരിശീലിപ്പിച്ചത്? ദൈവഭക്തി. തെളിവെന്താ? അബ്രഹാം തന്റെ ദാസന്മാരിൽ ശ്രേഷ്ഠനും ദൈവഭക്തനുമായ ആളെയാണ് എവിടെ അയച്ചത്? മകന്റെ കല്യാണം, പെണ്ണ് കാണാൻ പോന്നു പഠിക്കവും പ്രാർത്ഥിച്ചു. ദൈവമേ, അപ്പൊ മറുപടി, അപ്പൊ റാഖേല്, അപ്പോഴാണ് റിബേക്ക വരിക. മനസ്സിലായി? അപ്പൊ അബ്രഹാം പഠിപ്പിച്ചത് ദൈവഭക്തിയാണ്. ദൈവഭക്തിയുടെ ശക്തി ഭയങ്കരമാണ്. പത്രോസിന്റെ 2-ാം ലേഖനം അവന്റെ ദിവ്യ ശക്തി സകലത്തിനും മതിയായ ഭക്തി. അപ്പം ദൈവഭക്തിയുടെ ശക്തി തിമോഥെയോസിലുണ്ട്.
അന്ത്യകാലത്ത് ദൈവഭക്തിയുടെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും എന്ന്. ദൈവഭക്തി ഭയങ്കര ശക്തിയുള്ളതാണ്, ദൈവാശ്രയം. അപ്പൊ ദൈവാശ്രയം ഉള്ള ദൈവഭക്തിയുള്ള 318 ഭക്തന്മാരെ കൂട്ടിക്കൊണ്ടാണ് അബ്രഹാം പോകുന്നത്. പക്ഷെ ബുദ്ധി ദൈവം കൊടുത്തു. രാത്രിയിലാണ് യുദ്ധം. യവന്മാരെല്ലാം 5 നായകന്മാരെ തോപ്പിച്ച് കൊള്ള മുതലൊക്കെ നമുക്ക് വീതിച്ച എന്തോ വളം വീര എന്നെ കിട്ടുമെന്നറിയാമോ, പിന്നെ എന്നും പറഞ്ഞിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന കല്ല് പിടിച്ച് നല്ല പൂസായി കിടക്കുകയല്ലേ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഗിദെയോൻ ചെയ്ത പോലെ തന്നെ അബ്രഹാം 300 പേരുമായിട്ട് ചെയ്തതാണ്. 312 പേരുമായി ഗിദെയോൻ രാത്രി ചെയ്തത് പന്തം അല്ലേ, കൊട ഉടച്ചു അല്ലേ, കൊട ഉടച്ചു, പിന്നെ പന്തം പ്രകാശിപ്പിച്ചു, കാഹളവും. ഇതാണ് അല്ലേ, അതായിട്ട് ഉണ്ടായത്. അതായിരിക്കും ഇവിടെ ഉണ്ടായത് ഞാൻ കരുതുന്നു. അപ്പൊ ഈ ചുറ്റും ഇങ്ങനെ നിന്നിട്ട് ഈ പ്രകാശം അങ്ങോട്ട് പെട്ടെന്ന് ജ്വലിപ്പിച്ചപ്പോഴേക്കും അവര് അടുത്ത് നിന്ന് അതിനെ വെട്ടിക്കാം. അങ്ങനെയാണ് ഗിദെയോന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അടുത്ത് നിന്നവനെ വേണ്ടി എലീശയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് നിന്നവനെ വെട്ടി, തമ്മിൽ വെട്ടി ചാകന്റെ വിലയാക്കി. മനസ്സിലായോ? അത് ബുദ്ധിയാണ്. ദൈവം ബുദ്ധി നൽകുക. കർത്താവ് പറഞ്ഞു പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ത് വായിക്കുന്നു? പാമ്പ് എല്ലാ ജീവികളിലും അത് അത്യുപശയാണ്. കർത്താവ് പറഞ്ഞത് ശരി, പാമ്പ് ബുദ്ധിയുള്ളതായിരുന്നു എന്നുള്ളത് ശരി, കൗശലമുള്ളതായിരുന്നു എന്നുള്ളത് ശരിയല്ല. അത് തർജ്ജമ ചെയ്ത CSI-കാരന്റെ മിസ്റ്റേക്കാണ്. പുള്ളിയുടെ ധാരണ കൗശലമുള്ള ഒരു ജീവിയാണ് പിശാച് തെരഞ്ഞെടുത്തതെങ്കിൽ ആദാം ഹവ്വ അക്ഷരം മിണ്ടാൻ തയ്യാറത്തില്ല. താൻ ഞങ്ങളോട് ഒരു അക്ഷരം മിണ്ട, താൻ ഭയങ്കര കൗശലക്കാരനാണ് ഞങ്ങൾക്കറിയാം. അന്ന് പാമ്പാകട്ടെ, കടുവയാകട്ടെ, പുലിയാകട്ടെ, കുരങ്ങാകട്ടെ ഒന്നും കൗശലമുള്ളതില്ല. പിന്നെ എങ്ങനെയാണ്? അന്ന് കൗശലമുള്ള ഒരു ജീവി ഇല്ല. പക്ഷെ ബുദ്ധിയുള്ളതുണ്ടോ? ഉറുമ്പ് ഭയങ്കര ബുദ്ധിയുള്ള. വേനൽക്കാലത്ത് ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ? ഉറുമ്പ് ഷിഫ്റ്റായിട്ടൊക്കെ ഉറങ്ങുമെന്നാണ് ഉറുമ്പിനെ കുറിച്ച് പഠിച്ചവരൊക്കെ പറയുന്നത്. രാത്രിയിലൊക്കെ ഉറുമ്പ് നടക്കുന്ന നമുക്ക് കാണാമെങ്കിലും ഒരു കൂട്ടം ഉറുമ്പ് ഉറങ്ങും, അപ്പൊ വേറൊരു കൂട്ടം ഉറുമ്പ് വർക്ക് ചെയ്യുമെന്നാണ് ഉറുമ്പ് ശാസ്ത്രം പറയുന്നത്. പോട്ടെ, ഉറുമ്പിന് ബുദ്ധിയുണ്ട്. പിന്നെ ബുദ്ധിയില്ലാത്ത ജീവികൾ അതൊക്കെയാണ്. ബുദ്ധിയില്ലാത്ത കുതിരയെയും ടോവർ കരുതിയ പോലെ നിങ്ങളാകരുത്. പിന്നെ ഒട്ടകപ്പക്ഷി ബുദ്ധിയില്ലാത്തതാണ്, തിത്തിരിപ്പക്ഷി ബുദ്ധിയില്ലാത്തതാണ് അല്ലേ. അങ്ങനെ പൊട്ടപ്രാവ്, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് ഓശയിലുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പക്ഷികളും മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ബുദ്ധിയില്ലാത്തതുകൊണ്ട്, പക്ഷെ ബുദ്ധിയുള്ളതുകൊണ്ട്. ആ ബുദ്ധിയുള്ളതായിരുന്നു. ബുദ്ധിയുള്ള പാമ്പ് വന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ വിശ്വസിച്ചത്. കാരണം ഇയാൾ ബുദ്ധിയിൽ ഇക്കാര്യം മനസ്സിലാക്കിയതാണ്. അപ്പൊ ശരിയായി. നേരെ മറിച്ച് കൗശലക്കാരനാണെങ്കിൽ അവരക്ഷരം മിണ്ടാൻ തയ്യാറാകത്തില്ല. ഒരു കൗശലക്കാരനാണ്, നമ്മളെ പറ്റിക്കാനാന്ന് പറയും. അപ്പൊ പിശാച് തെരഞ്ഞെടുത്തത് ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. യേശു പറഞ്ഞു പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. മനസ്സിലായോ? അപ്പോ ഇവിടെ അബ്രഹാം, അവന് ദൈവം ബുദ്ധി നൽകി. ശലോമോന് ദൈവം ബുദ്ധി നൽകി. മനസ്സിലായോ? അതാണ്. അപ്പോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ശക്തിയോടൊപ്പം ദൈവം ബുദ്ധിയും നൽകുന്നു. അടുത്ത വായിക്കുക, ദൈവകൃപയുടെ അടുത്ത പ്രവർത്തനം 2 കൊരിന്ത്യർ 11-ന്റെ 7 വാക്യം. 2 കൊരിന്ത്യർ 12-ന്റെ 7. 2 കൊരിന്ത്യർ 12-ന്റെ 7. എന്നാൽ ഓരോരുത്തര് 2 കൊരിന്ത്യർ 12-ന്റെ 7. 1 കൊരിന്ത്യർ 9 വായിക്കുക. 7, 9. വെളിപ്പാടുകൊണ്ട് ആദിത്യത്താൽ ഞാൻ 7-ആണോ 9-ആണോ ഇപ്പൊ വായിച്ചത്? 9 വായിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പൗലോസിന് ഒരു ശൂലത്താൽ രോഗമായി, ആളുകൾക്ക് നിന്നേ നിർത്തും തോന്നത്തക്കവണ്ണമുള്ള ഒരു രോഗം.
അതുകൊണ്ട് പല ശുശ്രൂഷകൾക്കും പലയിടത്തും തനിക്ക് പോകാൻ പറ്റിയില്ല. ജഡത്താലിന്റെ ബലഹീന നിമിത്തമാണ് ചില സ്ഥലത്ത് പൗലോസ് പ്രവർത്തനത്തിന് പോയത്. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കാര്യത്തിന് വേണ്ടി മറ്റുള്ള വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പൗലോസ് പറഞ്ഞില്ല. ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. മനസ്സിലായി? ഇന്ന് TV തുറന്നാൽ ഉടനെ സകല അവതാരകരും പറഞ്ഞു എന്താ പ്രസംഗയിൽ പറഞ്ഞു തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വാസ്തവം പറഞ്ഞ് ഇവരെയൊക്കെ ചെന്നിട്ട് അടി കൊടുക്കാൻ വേണ്ടത്. മനസ്സിലായോ? പച്ചക്കള്ള പറഞ്ഞു നിങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. അവൻ പൈസ ഹോട്ടലിലും AC റൂമിലും AC കാറിലും ചെത്തി നടന്ന് ഈ കാശ് കൊണ്ട് അവൻ ശരിക്ക് പൊട്ടടിക്കുക. പാവപ്പെട്ടവരെ ആളുകൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് അറിയിച്ചാൽ മതി. അത് എന്ത് ഉപദേശമാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാകാം? ദൈവത്തിന്റെ പൊന്നു മക്കളാകാം. നമ്മുടെ അപ്പനോട് നമ്മൾ നേരിട്ട് പറഞ്ഞാൽ പോരെ? ഈ TV അവതാരകർ പറഞ്ഞ നിങ്ങൾ കർത്താവിനോട് നേരിട്ട് പറയുക നിങ്ങളുടെ ആവശ്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കർത്താവിൽ നിന്ന് എപ്പോഴും യാചിക്കുക, ചോദിക്കുക. അതല്ല വാസ്തവത്തിൽ വേണ്ടത്. എപ്പോഴും നിങ്ങൾ ചോദിക്കുക. മനസ്സിലായോ? നോ, കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്ന അവനെ സ്തുതിക്കാൻ. എന്താ? അന്ധകാലത്തെ അല്പപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ സൂക്ഷിക്കാൻ അധിക ഗുരുവൊക്കെ, അല്ലാതെ യാചിക്കാനല്ല. കർത്താവേ തരണേ, ജോലി തരണേ, വീട് തരണേ, കർത്താവേ എന്റെ പൊന്നു കർത്താവേ. കല്യാണം നടക്കും, വെള്ളിയാഴ്ച ഉപവാസം കല്യാണത്തിന് കർത്താവേ. ഇത് മുതലെടുക്കുകയാണ് ആളുകൾ. മനസ്സിലായോ? കഴിഞ്ഞ സാധ്യത്തിനാണ് ഉപവാസം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമത്തില് എത്ര ദിവസത്തെ ഉപവാസം പഴയ നിയമത്തിലുണ്ട്? യഹൂദന് ഒരാൾ നോക്കുന്നുണ്ടോ? ഇതുവരെ ബൈബിള് വായിച്ചിട്ടില്ല. ബൈബിളിൽ പഴയ നിയമത്തിൽ എത്ര ദിവസം ഉപവാസം യഹൂദന്മാർക്കുണ്ട്? ഒരേ ഒരു ദിവസം, മഹാപാപപരിഹാര ദിവസം. ഒറ്റ ദിവസം മാത്രം നിങ്ങൾ ആത്മതപനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ പഴയ നിയമത്തിൽ. മനസ്സിലായോ? അതവരുടെ ആത്മീയ ഉണർവിന് വേണ്ടി പഴയ നിയമത്തിൽ ആൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മീയ ഉണർവിന് വേണ്ടിയാണ്. മനസ്സിലായോ? ആത്മീയ ഉണർവ് എവിടെയാണ് ആരംഭിക്കേണ്ടതെന്ന് പറയാമോ? ശരിയാണ്. അവനവൻ ബൈബിളിൽ അവനവനിലാണ് ഉണർവ്. എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ ഉണർത്തണം. യമ്യാവ് വളരെ ആത്മീയ ഉണർവ് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. പക്ഷേ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയാണ്. ഏത് സ്ത്രീയാണെന്ന് നിങ്ങൾ പറയണം. ഏത് സ്ത്രീയാണ്? എസ്തേർ പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങ് മടിച്ചുകളായ കുട്ടികൾ. ദെബോരയെ ഉണരുക. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ദെബോരയെ ഉണരുക എന്ന് ദെബോരയെ തന്നെയാ പറയുന്നത്. മനസ്സിലായോ? ഉണർവ് അവനവനിലാണ് ആരംഭിക്കേണ്ടത്. മറ്റുള്ളവരെ ഉണർത്താനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത്. അവനവൻ ആദ്യം ഉണരുക. മനസ്സിലായോ? ഉണർവ് അവനവനിൽ ആരംഭിക്കണം. ദെബോരയെ ഉണരുക. മനസ്സിലായോ? അപ്പോ ഉണർവിന് വേണ്ടിയാണ് ഉപവസിക്കേണ്ടത്. നെഹമ്യാവ് അതാ ചെയ്തത്. എസ്തർ അതാ ചെയ്തത്. വളരെ ശരിയാ. ഉണർവിന് വേണ്ടി അതാണ് ഉപവാസം. ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അല്ലാതെ വീട് വേണേ, കാർ വേണേ, കല്യാണം വേണേ, കൊച്ചുങ്ങൾ വേണേ, അയ്യോ നോ, അതല്ല. അതെല്ലാം തരണേ. ദൈവത്തിന് അത് ഇഷ്ടമല്ല. മനസ്സിലായോ?
ദൈവത്തെ സ്തുതിക്കുക. എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് എനിക്ക് തരണേ ദൈവമേ, എനിക്ക് കാളെ തരണേ, കഴുതെ തരണേ, ഒട്ടത്തെ തരണേ, കൊച്ചുങ്ങളെ തരണേ, എന്റെ ഭാര്യ പ്രസവിക്കാനിടയാക്കണമേ ഈ വയസ്സാം കാലത്ത്, ഇതൊന്നും അല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്. യഹോവനാമം സ്തുതിക്കായിരുന്നു. ഒരു വലിയ യുദ്ധം ഉണ്ടായപ്പോൾ യഹോശാഫാത്ത് സ്തുതിക്കായിരുന്നു. അത്യാവശ്യം തോൽക്കയില്ല, മുന്തിരിവള്ളി പൂക്കയില്ല, ഗോശാലയിൽ കന്നുകാലി ഉണ്ടായില്ല. ഞാൻ എല്ലാം തരണമേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് ഹബക്കൂക്ക് പറഞ്ഞത്. ഞാൻ യഹോവയെ സ്തുതിക്കും. ഇതെന്നാ പഠിക്കാത്തത്? അയ്യോ എനിക്ക് തരണമെന്ന് പറയുന്നത് കർത്താവിന് ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ സ്ഥിതിക്ക് വേദം വരും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ ഇഷ്ട കർത്താവിന് അറിയാമോ? നമുക്ക് വായിക്കൊരു തരും. ഇത് നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞു. മനസ്സിലായി? എനിക്ക് തരണേ, എനിക്ക് എന്തോ ഒരു സ്വാർത്ഥതയാണെന്ന് അറിയാമോ? നിനക്ക് തരാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ തരും. നീ കിടന്നു കൂടുതൽ കാറുണ്ടെന്ന് പറയും. നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ തരും കേട്ടോ. അറിഞ്ഞു നമ്മൾ കാരണം ഇഷ്ടമല്ല. യോശുവ കിടന്ന് കാറി, ദൈവമേ ഞങ്ങൾ ആയി തോറ്റു പോയി, എന്റെ ദൈവമേ ഞങ്ങളെ ജയിപ്പിക്കണതിന്റെ പോലെ ദൈവം എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. സദ്യ ആയപ്പോ നീ എന്തിനാ കിടന്ന് കാറുന്നത്? ഇസ്രായേൽ പാപം ചെയ്തു, ഞങ്ങൾ ആരും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞല്ലോ. പോയി ചീറ്റ പറയുന്നത് ചീറ്റ കൂതാക്കോത്രം കർമ്മിക്കൂല ആക്കാം. നീ വല്ലതും എടുത്തോ? ഞാൻ എടുത്തു. ഞാൻ വെള്ളിയും സ്വർണവും ബാബിലോണിന്റെ മേലെങ്കിൽ വെള്ളി ഏറ്റവും അടിയില്ല. അവൻ ചെയ്തിട്ടുണ്ടല്ലോ, താത്ത പറഞ്ഞ പറഞ്ഞു. അത് നീക്കി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ അനുഗ്രഹത്തിന്റെ രഹസ്യം ഞാൻ പറയാം. സ്തുതിക്കുക. ഇയ്യോബ് സ്തുതിച്ച പോലെ സ്തുതിക്കുക. ഹന്ന സ്തുതിച്ച പോലെ സ്തുതിക്കുക. മനസ്സിലായോ? നെഹമ്യാവും എസ്തേറും സ്തുതിച്ച പോലെ സ്തുതിക്കുക. മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ഘോഷിച്ചു, കുഴപ്പമില്ല. സഭയുടെ ഉള്ളവർക്ക് വേണ്ടി ഘോഷിച്ചു, കുഴപ്പമില്ല. എനിക്ക് കാര്യം സാധ്യം. അത് ദൈവത്തിന് ഇഷ്ടമല്ല, അത് സ്വാർത്ഥതയാണ്. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചാവും നമുക്ക് പ്രതിഫലം തരും. ഒരിക്കലും പരാതി പറയാനായിട്ട് ഇടയാകത്തില്ല. കർത്താവ് എന്റെ യോഗ്യതയ്ക്ക് ഒത്തൊന്നും എനിക്കൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ വല്ല രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ വേറെ വല്ലതിലോ പോയിരുന്ന ഇതിലും ഭയങ്കരമായിട്ട് ഞാൻ ഉയർന്നേ. പക്ഷേ പറ്റിക്കുകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. അവസാനം കണക്ക് വിട്ട് നോക്കുമ്പോൾ എന്ത് പറയും? നമ്മൾ എന്ത് പറയും? നീ നീതിമാൻ, നിന്റെ ന്യായവിധികൾ സത്യമായിരുന്നു. ഇത്രയും യോഗ്യത എനിക്ക് ഇല്ലായിരുന്നു എന്നല്ലാതെ ഒരാൾ പോലും പറയത്തില്ല. പിന്നെ എന്തിനാന്ന് കാറുന്നത്? ഏറെ പറയുമ്പോൾ ഏറെ നമ്മൾ ധാരണയാണ്. അവൻ വാരി കൂട്ടി വാരി പറക്കുന്നു, അവസാനം എനിക്കൊന്നും ഇല്ല. അങ്ങനെയില്ല. അവൻ അടക്കുമ്പോ ഏറെ കുറയ്ക്കവർ ഏറെ ഇല്ല, കുറെ കുറയ്ക്കവർ കുറയും ഇല്ല. മണ്ടത്തരം. ചില പറയാറുണ്ട്, നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആരുമില്ല, നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകാൻ ആരുമില്ല, അമേരിക്കയിൽ കൊണ്ടുപോകാൻ ആരുമില്ല, നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിക്കാൻ ആരുമില്ല, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. വെറുതെ പറയുന്നത്. ആരും വേണ്ട, യേശു മതി. അവനില്ലെന്നുള്ള സത്യം. നിന്നെ സഹായിക്കാൻ യേശു ഇല്ലെന്നുള്ള സത്യം. മനസ്സിലായോ? യേശു ഉണ്ടെങ്കിലുണ്ടല്ലോ. യേശു ഉണ്ടെങ്കിൽ യേശു നമ്മളെ ഒറ്റയ്ക്കൊന്നും ആക്കത്തില്ല. ചിലപ്പോ നമ്മളോട് എന്നെ സഹായിക്കുള്ള യഹോവന്റെ പക്ഷത്തുണ്ട്. കാക്ക കാണും, ദൂതൻ കാണും, അല്ലെങ്കിൽ ഒരു വിധവയിലും കാണും. ആരുമില്ലാതെ ആരുമില്ല. ഈയിടെ ഞാൻ ഒരു കാസറ്റ് ഇറക്കുന്നുണ്ട്. അതിനകത്ത് കുറെ പാട്ടുകൾ പലരോടും ചോദിച്ചു. അപ്പൊ അത് ഒരുത്തൻ എഴുതിയ പാട്ടിനകത്ത് ഉള്ളതാണ്, എനിക്ക് ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, അവരോടുള്ള പകയായിരുന്നു ഈ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ആരുമില്ലാത്ത ഒരാളെ ഉണ്ടായിരുന്നു, യേശു മാത്രം. ഒന്നെങ്കിലും ഒരു വിധവ കാണും, അല്ലെ ദൂതൻ കാണും, അല്ലെ ഒരു കാക്കയിലും കാണും. നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ചിലരൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഉള്ളതങ്ങ് എഴുതാം. നമ്മള് എപ്പോഴും യാചിക്കാന്നുള്ളതല്ല, അവനെ സ്തുതിക്കുക. പൗലോസ് തന്റെ രോഗം മാറാൻ ഒരു വിശ്വാസിയോടും പറഞ്ഞില്ല. ഇന്നത്തെ ജീവിക്കാരെല്ലാം നിങ്ങളുടെ ഇങ്ങോട്ട് അറിയിച്ചാൽ മതി. പൈസയും ഇങ്ങോട്ട് അയച്ചോ, പിന്നെ പ്രാർത്ഥന വിഷയം ഇങ്ങോട്ട് അയച്ചു, കൂലിക്ക് പ്രാർത്ഥിക്കാനിരിക്കുക. ഇവനൊക്കെ കടന്ന് പോത്ത് പോലെ കടന്നിറങ്ങി ഇളായി പാറ്റി 7 മണി 8 മണി ആകുമ്പോൾ വന്നിട്ട് ടിവിയുടെ മുമ്പാകെ നല്ല ബ്യൂട്ടി പാർലറൊക്കെ പോയി ചിരിച്ചു.
ചുമ്മാ നമ്മളെ കുട്ടികളാക്കുക. നമ്മുടെ അപ്പനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് പഠിപ്പിക്കുന്നു. അതെ, നമ്മുടെ അപ്പനാണ്. അവനറിയുന്നു നമ്മുടെ ആവശ്യം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മുടെ ശബ്ദം കേൾക്കണം. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് അന്നൊന്നും ആഹാരം ഞങ്ങൾക്ക് തരണമേന്ന്, ഇന്ന് തരണമെന്ന് പറഞ്ഞ് എന്നും നമ്മുടെ ശബ്ദം കേൾക്കാൻ അങ്ങനെ ഒരു നിർബന്ധം പുള്ളികൾ. അല്ലാതെ ഈ ആഴ്ചത്തെ റേഷൻ തരണം അങ്ങനെ പറ്റത്തില്ല. ഈ മാസത്തെ എന്ന് പറഞ്ഞാൽ നീ പിന്നെ എന്ത് ചെയ്യും? എന്നെ വിളിക്കുകയോ പറയുകയോ ചെയ്യരുത്. എനിക്ക് എന്നും നിന്റെ ശബ്ദം കേൾക്കണം. അത് നിർബന്ധം. നിനക്ക് എന്റെ ശബ്ദം കേൾക്കണ്ടായിരിക്കും, പക്ഷെ എനിക്ക് കേൾക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാ ഇസ്രായേലിന് ഓരോ ദിവസവും മന്ന കൊടുത്തതുപോലെ നമുക്ക് ഓരോ ദിവസത്തെ ആഹാരം എന്നുവെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് കർത്താവിന് ഭയങ്കര നിർബന്ധമാണ്. കർത്താവ് സഹായിക്കട്ടെ. പൗലോസിന് രോഗം മാറ്റിയില്ല. എന്റെ കൃപ നിനക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനം ചെയ്യും. നിന്റെ ബലഹീനതയ്ക്ക് മീതെ ഞാൻ എന്റെ കൃപ, എന്റെ ശക്തി വ്യാപരിപ്പിക്കും. രോഗം മാറ്റിയില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ഒരാരോഗ്യമുള്ള ആൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികം പ്രവർത്തിച്ചു. 7-ാം വാക്യം എന്തായിരുന്നു? വെളിപ്പാടുകളുടെ ആധിക്യത്തായി ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടത് ദൈവം നിഗളികളോടെ എതിർത്ത് നിൽക്കുന്നു. ഒരു നിഗളിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു രോഗിയെ ഉപയോഗിക്കാം. മോശ ആരായിരുന്നു? ചൊവ്വയിൽ ഒരു വാക്കും പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? പുള്ളിക്ക് എക്കോയാ കൂടുതൽ. ഇങ്ങനെ ഞങ്ങളുടെ അവിടെ കോട്ടയത്ത് നിന്ന് ബസ്സെ കയറിയിട്ട് 8 തരാൻ പറഞ്ഞു. ടിക്കറ്റ് 8 എടുത്തു കൊടുത്തു. ഒന്ന് ബസ് എടുത്തു പറഞ്ഞു. പിന്നെ തനിക്ക് 8 അങ്ങനത്തെ ഒരുത്തിന്. അയ്യോ, അങ്ങനെ ഒരാളെ അല്ലേ ഈ 6 ലക്ഷം പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും ഉള്ള വലിയ ജനത്തെ 40 വർഷം നടത്തിയത് ആ ഒരൊറ്റ മനുഷ്യനല്ലേ? വിക്ക് മാറ്റിയോ? മോശനെ വിക്ക് മാറ്റിയില്ല. പൗലോസിന്റെ തീമോഥെയോസിന്റെ ഒന്നും ദീനം മാറ്റിയില്ല. മനസ്സിലായില്ല? മാറ്റിയില്ല. എസ്തേറിനെതിരെ യഹൂദന്മാർക്കെതിരെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് അസാധുവാക്കിയോ? അതിന്റെ മീതെ വേറൊരു കത്ത്. അതാണ് നമ്മുടെ രോഗത്തിന്റെ. മനസ്സിലായി? നമ്മളെന്റെ രോഗം മാറ്റണേ കർത്താവിനായിരിക്കരുത്. നിന്റെ കൃപ കർത്താവേ, നിന്റെ ബലഹീനതയുടെ മേൽ വ്യാപരിക്കുന്ന നിന്റെ ശക്തി അത് തന്നാ മതി എന്ന് പറയുക. അല്ലാതെ എനിക്ക് ആരോഗ്യമുള്ള എത്രയോ ആളുകൾ കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നു. അല്ല, നിനക്കായി പ്രവർത്തിക്കാൻ എന്നെ ഉപയോഗിക്കണം എന്ന് പറയുക. അത് മതി. കർത്താവ് സഹായിക്കട്ടെ. അടുത്ത ദൈവകൃപ വ്യാപരിക്കുന്നത് എവിടെയാണെന്ന് വായിക്കുക. എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരിഷ്കരിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ കാണിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത്. ഇവിടെ നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനൊക്കെ വായ്പാനുമായ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തൽസമയം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു കഴിഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ചെല്ലാനല്ല. പിന്നെ പാപത്തിന്റെ ഒരു പരീക്ഷ പിശാച് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവേ, എനിക്ക് ശക്തി തരണം, തോൽക്കാതിരിക്കാൻ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ശിഷ്യന്മാര് ഭൂതഗ്രസ്തനെ പുറത്താക്കാൻ വേണ്ടി ലഗ്യോനെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഭയങ്കര കാറ്റും പോകും. യേശുവാണ് പറഞ്ഞയക്കുന്നത്. ഭയങ്കര കാറ്റും പോകും. പത്രോസും കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞു, ഭയങ്കര കാറ്റാ, പക്ഷെ എല്ലാവരും തുഴയും കൊണ്ട് എടുത്തു. നമ്മളെന്നെ ഇത് ആദ്യമാണ് കാണുന്നത്. നമ്മളിവിടെ കടലിൽ ജനിച്ചവരില്ലേ, അങ്ങോട്ട് വലിയറാന്ന് പറഞ്ഞു.
അവര് പണ്ടറിയാവുന്ന ഈ വള്ളപ്പാട്ടുമൊക്കെ കൊണ്ട് പാടി ഉള്ള ഊർജം മുഴുവൻ കളയാവുന്നില്ല. എന്നാ മുടിഞ്ഞോ കാറ്റ, എന്നാ മുടിഞ്ഞോ തിരയാ, കുറെ പ്രാക്കും. അതാണല്ലോ പുള്ളി യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോ അത് കാണിച്ചു കൊടുത്തപ്പോ തള്ളി പറഞ്ഞപ്പോ പ്രാകുകയോ. അതല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത് പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം. പിതാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിന്റെ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. പിശാചിന്റെ ഒരു തടസ്സം നിൽക്കുകയാണ്. ഞങ്ങളെ ശാസിക്കുന്നു. അപ്പൊ ശാന്തത യോഗ്യ കാണാൻ പറ്റുമായിരുന്നു. അതാണ് വേണ്ടത്. അല്ലാതെ അവസാനം കൈയെല്ലാം കുഴഞ്ഞ് കർത്താവ് വന്നപ്പോ മാതാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് അവസാനം പറയുകയല്ല. ആദ്യം തത്സമയത്ത് സഹായത്തിനുള്ള കൃപ നമ്മള് പ്രാപിക്കണം. അതാണ് താഴ്മ. നിങ്ങളിൽ താഴ്മയുള്ളവർക്കോ താഴ്മ. കർത്താവ്, ഞങ്ങളുടെ കരുത്ത്, ഞങ്ങളുടെ കഴിവ് ഏതുമില്ല, ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്, ഇത് സഹായിക്കണമെന്ന് പറയുക. അടുത്തത് 28:1 മറ്റൊരു കൃപ, മക്തോന്യ സഭകളുടെ ഒരു കൃപ. അത് വായിച്ച്. സഹോദരന്മാരെ, സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും ദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അതായത് മക്തോന്യ സഭകൾക്ക് ലഭിച്ച കൃപ വലിയ കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിലും അവരെന്ത് ചെയ്തു? ഔദാര്യം കാണിക്കുന്നവരായി. കൊടുക്കാനുള്ള കൃപ. കർത്താവ് പറഞ്ഞ ഒരു വാക്യം സുവിശേഷങ്ങളിലില്ല, അപ്പോസ്തല പ്രവൃത്തിയിലാണ് ഉള്ളത്. ഏതാണെന്നറിയാമോ? ഏത് വാക്യം? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 35-ാം വാക്യം. വാങ്ങുന്നതിനൊക്കെ കൊടുക്കുന്നതാണ്. ഈ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന് ബാധ്യതയുണ്ട്. അധികം ലഭിച്ചതുകൊണ്ട് അധികം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ കൊടുക്കുന്നവന് കൂടുതൽ നമുക്ക് കിട്ടിയില്ല, നമ്മുടെ മക്കൾക്ക് ഇല്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക്. അങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുന്നവരും പിതാക്കന്മാർ ഏതും 3-ാമത്തെ 1000 തലമുറ വെറുതെ കാണിക്കണം. അപ്പൊ കൊടുക്കണം. കിട്ടിയാൽ കൊടുക്കാമെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയല്ല, ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണം. അപ്പൊ അതിനെ ദൈവം വർദ്ധിപ്പിച്ചേരും. വാങ്ങുന്നതല്ല ഭാഗ്യം, വാങ്ങുന്നതല്ല കൃപ, കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ്. അടുത്തത് തീത്തോസ് 2:12 സകല മനുഷ്യൻ രക്ഷാകരമായ കൃപ ഉദിച്ചു. പിന്നെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ദരിദ്ര പ്രതിഷ്ഠയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ശിക്ഷിക്കുന്ന കൃപ. നമ്മളെ കർത്താവ് ശിക്ഷിക്കുന്നത്, അടിക്കുന്നത് കൃപയാണ്. അടി കിട്ടാതിരിക്കുന്ന നല്ല കൃപ. അടിക്കുന്നത് നല്ലതാണ്. ദൈവം സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. ബാലശിക്ഷ അത് നല്ലതാണ്. അത് നമ്മുടെ കാര്യത്തിൽ കർത്താവിന്റെ ശ്രദ്ധയുണ്ടെന്ന് കാണിക്കുന്നതാണ്. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കാനാണ് ചെത്തുന്നത്. നല്ലതാണ്. മനസ്സിലായല്ലോ? അപ്പോ ശിക്ഷിക്കപ്പെടുന്ന കൃപ. കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അവസാനമായി 1 പത്രോസ് 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളി. വരുവാനുള്ള കൃപ. മനസ്സിലായോ? അതെന്താണ്? അതാണ് കൃപമേൽ കൃപ. കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കാറുണ്ട്. എഫേസ്യർ 2:6 കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത്. എമ്മിക്കരാസാൽ എഴുതി, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയും കരുതൽ അറിയണം. അപ്പൊ ആ കൃപയുടെ പൂർണ്ണത അറിയുന്നത് മനസ്സിലാക്കുക. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപയിൽ ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആത്മരക്ഷയും നമ്മുടെ ഭൗമിക ജീവിതത്തിന്റെ രക്ഷയും കരുതലും മാത്രമല്ല,
കർത്താവിനെ പോലെ നമ്മളെ ആക്കുകയാണ്. കൃപയുടെ അത്യന്ത ധനം, കൃപമേൽ കൃപ, വരുവാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, അത് കണ്ണ് കണ്ടിട്ടോ ചെവി കേട്ടിട്ടോ ഇല്ലാത്തതാണ്, ഒരു മനുഷ്യന് തോന്നാത്തതാണ്. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണ്ടേ. കർത്താവിന്റെ വലിയ നാമം